ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ഡീവാലുവേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ എയർപോർട്ട് ലോഞ്ചസിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഡീവാലുവേഷൻ വന്നിരിക്കുന്നത്. ഡീവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും കാലം നമുക്ക് എയർപോർട്ടിൽ ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചസ് ഫ്രീയും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓൾറെഡി ആയിരിക്കും. ഞാൻ ഓൾറെഡി ഒരു സിഗ്നൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവരുടെ എല്ലാ ക്രെഡിറ്റ് കാർഡിനും ആക്ച്വലി ഡീവാലുവേഷൻ വന്നിട്ടുണ്ട്. അതായത് സിഗ്നൽ ക്രെഡിറ്റ് കാർഡ്, ഇമ്പീരിയൽ ക്രെഡിറ്റ് കാർഡ്, സെലസ്റ്റ ക്രെഡിറ്റ് കാർഡ്, ഇതെല്ലാം ആക്ച്വലി ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡുകളാണ്. അപ്പോൾ നല്ലൊരു ഡീലായിരുന്നു സംഭവം. പക്ഷേ ഇപ്പോൾ അതിന് ഒക്ടോബർ 15 തൊട്ട് ഒക്ടോബർ 1 തൊട്ട് നമുക്ക് ആക്ച്വലി ഡീഗ്രഡേഷൻ വന്നിട്ടുണ്ട്. അതായത് ഇനി തൊട്ട് നമുക്ക് ബാക്കിയുള്ള ക്രെഡിറ്റ് കാർഡുകൾ കൊടുക്കുന്ന പോലെ തന്നെ സ്പെൻഡ് ബേസ്ഡ് ആയിട്ട് മാത്രമാണ് നമുക്ക് ഇനി എയർപോർട്ട് ലോഞ്ചസ് കിട്ടുള്ളൂ കേട്ടോ. അതായത് സ്പെൻഡിങ് റിക്വയർഡ് ഇൻ പ്രീവിയസ് ക്വാർട്ടറിൽ നമുക്ക് ഇത്ര രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എയർപോർട്ട് ലോഞ്ചസ് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കാണാത്തവർ കണ്ടുപോകുക, സബ്സ്ക്രൈബ് സപ്പോർട്ട് മനസ്സിലേക്ക് നമുക്ക് ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സിഗ്നൽ ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യം പറയാം. നിങ്ങൾക്ക് പ്രീവിയസ് ക്വാർട്ടറിൽ 20,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇനി എയർപോർട്ട് ലോഞ്ചസ് കിട്ടുള്ളൂ. അതായത് എവറി ക്വാർട്ടറിൽ 1 ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചസ് ആണ് നമുക്ക് ഈ കാർഡ് ത്രൂ കിട്ടുക കേട്ടോ, സിഗ്നൽ ക്രെഡിറ്റ് കാർഡിൽ. അടുത്തത് ഇമ്പീരിയൽ ക്രെഡിറ്റ് കാർഡാണ്. അതിൽ നമുക്ക് പ്രീവിയസ് ക്വാർട്ടറിൽ 40,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചസ് കിട്ടുള്ളൂ. അതും 2 ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചസ് ആണ് എവറി ക്വാർട്ടറിൽ കിട്ടുക കേട്ടോ. സെലസ്റ്റ കാർഡാണെങ്കിൽ 60,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ്, പ്രീവിയസ് ക്വാർട്ടറിൽ 60,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇനി എയർപോർട്ട് ലോഞ്ചസിൻ്റെ ഫീച്ചർ കിട്ടുള്ളൂ. 2 ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചസ് എവറി ക്വാർട്ടറിലും 2 ഇന്റർനാഷണൽ ഈച്ച് ഇയറിലുമാണ് നമുക്ക് സെലസ്റ്റ കാർഡിൻ്റെ കൂടെ കിട്ടുന്ന പരിപാടി കിട്ടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്ച്വലി പുതിയ എന്താ പറയുക ഡീവാലുവേഷൻ വന്നിരിക്കുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ. അപ്പോൾ ഫെഡറൽ ബാങ്ക് കസ്റ്റമർ ഉണ്ടെങ്കിൽ എന്താ പറയുക എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ഈ സംഭവം എയർപോർട്ട് ലോഞ്ചസ് എടുക്കാനുള്ള സംഭവത്തിന് നോക്കാനായിട്ട് മുമ്പ് സ്പെൻഡ് ബേസിസ് ക്രൈറ്റീരിയ ഫില്ലായിട്ടുണ്ടോ നോക്കാൻ മറക്കരുത്. അല്ലാണ്ട് കിട്ടില്ല ടഞ്ഞ് ഫ്രീ, അല്ലെങ്കിൽ ഫുൾ കാശ് നമ്മുടെ കാർഡൊന്നും പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ മറക്കണ്ട, അല്ലെങ്കിൽ പണി കിട്ടും. ഇനി ലാസ്റ്റ് അത് കഴിഞ്ഞിട്ട് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോയിട്ടൊന്നും കാര്യമില്ല. ഒക്ടോബർ 1 തൊട്ടാണ് ഈ അപ്ഡേറ്റ്സ് വരാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കാൻ മറക്കണ്ട. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക മറക്കണ്ട. വൈൻഡപ്പ് ചെയ്യാം.